അമ്മമാരോട് ഇനി വിളിക്കാൻ തുടങ്ങും കേട്ടോ. അച്ഛൻ എന്തേ എനിക്ക് ഇഷ്ടപ്പെട്ട വയമ്പത്തിന് ഉണ്ടായി. ഇതേപോലെ പറഞ്ഞാണ് അച്ഛന്റെ സൈക്കോപാല് മൊട്ടപാല് എന്നുള്ള പേര് മൊത്തം ഫേമസ് ആയത്. അതൊക്കെ ഒരു ഗത്തുണ്ട്. എന്താണ് ഗന്ധർവങ്കേശു മലവാഴക്കേശു? ഈ വായ്മച്ചനും ഉണ്ടായിരുന്നാ മതി, ആരും കേൾക്കൂല. ചേട്ടാ എന്റെ സിപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നിന്റെ സിപ്പിനെ സിപ്പപ്പ് ഏത് ഫ്ലേവർ? സ്ട്രോബെറി. സ്ട്രോബെറി സ്ട്രോബെറിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്ന? എനിക്ക് തോന്നണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉറപ്പാണോ? ഭയങ്കര ടേസ്റ്റ് ആണോ? മൊത്തം കുടിച്ചാ? എന്തോന്നടേ ഇത്? അലമ്പ് തന്നെ, ഒരേ അലമ്പ്. നിന്നെയാണല്ലോ അവിടെ ഇത്രയും സൗന്ദര്യവും ബുദ്ധിയും വിദ്യാഭ്യാസമുള്ള പിള്ളേര് പ്രേമിക്കാൻ നടക്കണം ആലോചിക്കുമ്പോഴത്തേക്കും വിഷമമുണ്ടോ? ദയ തോന്നുന്നു എനിക്ക് അവരുടെ അടുത്ത്. അതുമായിട്ട് എന്തൊരു ബന്ധം? നിനക്ക് വേണ്ടേ അത്? വേണം. നിന്നെ ചോദിക്കങ്ങോട്ട്. ഇതിപ്പോ ഞാൻ ചപ്പിപ്പോയി, വേണമെങ്കിൽ ഇത് തരാം. അയ്യേ അതെനിക്ക് വേണ്ട. വേണ്ട പിന്നെ ഞാൻ കഴിച്ചോളാം. താങ്ക് യു. അയ്യേ കൊടുത്തങ്ങോട്ടത് വേണോ? എനിക്കൊന്നും വേണ്ട. വേഗം വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ അവൻ അപ്പുറത്ത് കടിക്കും, പിന്നെ കഴിക്കാൻ പറ്റൂല. വേണ്ട, എനിക്ക് വേറെ വാങ്ങിച്ചാ. വേറെ മേടിച്ചാലുള്ള കാശൊന്നും നമ്മുടെ ഇല്ല. ചപ്പിപ്പോയി. അത് കുഴപ്പമില്ല, ഞാൻ അപ്പുറത്തെ സൈഡ് കഴിച്ചോളാം. കൊടുത്തേ. ഇനി അപ്പുറത്തെ സൈഡ് നീ ചപ്പി കഴിഞ്ഞാൽ നിന്റെ നല്ല അടി കിട്ടൂട്ടാ. കൊടുക്ക്. സ്ട്രോബെറി കൊള്ളാടി. വാങ്ങാ കളിമോനെ. എന്റെ ചോക്ലേറ്റ് ഉണ്ട്, നീ കഴിച്ചോ. നാളെ ഞാൻ അമ്മൂമ്മ സോപ്പിട്ടിട്ട് പൈസ വാങ്ങിച്ചിട്ടു. എന്നിട്ട് കടയിൽ പോയിട്ട് കൊറേ സിപ്പപ്പ് വാങ്ങിക്കും. അപ്പൊ ചേട്ടനും കൂടെ വരും. അയ്യാടാ കൊണ്ടുപോകത്തില്ല. എന്നെ നീ കൊണ്ടുപോകത്തില്ല? നീ ഒറ്റയ്ക്ക് പോകുന്നാണ് പറഞ്ഞു വരുന്നത്. നീ ഒറ്റയ്ക്ക് ആ പച്ച ഗേറ്റ് താണ്ടണത് എനിക്കൊന്ന് കാണണമല്ല. നിനക്ക് അതിനുള്ള പെർമിഷൻ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാ? ഞാൻ ശിവാൻ ചേച്ചിയും കൂട്ടി പോവും. പാറേ, എന്നെ കീഴായിട്ട് ചേട്ടനോട് ഭയങ്കരമായിട്ട് സ്നേഹം കുറയുന്നു. സോപ്പിട്ട് പതപ്പിച്ച കൊച്ചിനെ കയ്യിലെടുക്കണം കേട്ടോ. നടക്കൂല, നമ്മുടെ നീതി നടക്കൂല. ചേച്ചി മറ്റന്നാള് ഈ സമയത്ത് എവിടെ ആയിരിക്കും? മറ്റന്നാ ഞാൻ ഈ സമയത്ത് ചെന്നൈയിലെ ക്ലാസ്സിൽ കുത്തിയിരിക്കുമായിരിക്കും. എന്തിനാ പെണ്ണിപ്പോ ഓർമ്മിപ്പിക്കാൻ പോയ? ഞാൻ ആശ്വസിച്ചിരിക്കുവായിരുന്നു. ക്ലാസ്സൊക്കെ എത്ര ബോറിന്റെ അല്ലടാ, അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. പക്ഷെ വീട് വിട്ട് പോണോന്ന് ഓർക്കുമ്പോ ഒരു വിഷമോ. സിമ്പിൾ മാറ്റർ. ഇപ്പൊ കഴിയൂലേ ക്ലാസ് ഒക്കെ? ഇതിപ്പോ കഴിയേ, ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് 3 കൊല്ലം. 3 കൊല്ലം കൂടെ അല്ലേ ഉള്ളൂ? 3 കൊല്ലം എന്താ ഇങ്ങനെ പോകുന്നത്? ഇങ്ങനെ പോയാ കൊള്ളാം. എനിക്കാണെങ്കിൽ എങ്ങനെങ്കിലും കോഴ്സ് തീർത്ത് ജോലിക്ക് അറിയാൻ മതി. എന്റെ പൊന്നെ ടെൻഷനാണോ മൊത്തത്തില്. പിന്നെ എന്തായാലും നമ്മള് ജോലിക്ക് പോണമല്ലോ. എന്തെങ്കിലും ഗുണം വേണ്ട? അല്ല, നിനക്ക് എന്താ പരിപാടി 2 കൊല്ലം കഴിഞ്ഞിട്ട്? അല്ല, ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ലിറ്റൽ എടുത്തേക്കുന്നേ എന്ത് ചെയ്യാൻ ഉദ്ദേശം? എന്റെ പരിപാടിയൊക്കെ എത്ര കൊല്ലം കൊണ്ട് പറയണതാ, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ പഠിത്തം കഴിയുന്നു, നേരെ എൻ്റെ സ്വപ്ന പൂങ്കാവനത്തിലേക്ക് പോകുന്നു. പൂങ്കാവനം അല്ലെങ്കിലും ഞാൻ പടവലത്തോട്ട് പോകും. എന്നിട്ട് അവിടെ ഞാൻ 100 മേനി വിളയിക്കും. നീ വലയും? എന്റെ പൊന്നു മോനെ, നീ ഉദ്ദേശിക്കുന്ന എളുപ്പമല്ല കൃഷിപ്പണി എന്ന് പറയുന്നത്. നല്ല ബുദ്ധിമുട്ടാ. എളുപ്പമുള്ളൊരു 10 പണിയുടെ പേര് പറ മക്കൾ പെട്ടെന്ന്. ചിപ്പ പൊടിക്കുന്നല്ല, ബാക്കി എല്ലാം പണിയുള്ള പണിയാണ് കേട്ടാ. നീ ഇപ്പൊ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല, എളുപ്പമുള്ള പണികളൊക്കെ തന്നെ. കഷ്ടപ്പാടല്ലേ, ഇങ്ങനെ കൈ പൊക്കണം. പാടല്ലേ ഇതൊക്കെ? കഷ്ടപ്പാടാണ്. 2-3 പിള്ളേരെ ഇങ്ങനെ ഒപ്പത്തി കൊണ്ടു നടക്കണമല്ലോ. അതിവിടെ ആരെങ്കിലും ചോദിച്ചാ അതിന്റെ അടുത്ത്. ഓക്കെ, ഇതിപ്പോ നീ ഒന്ന് ഞാനൊന്ന് ഈക്വൽ ആയേ. നീ പടവലത്തെ കേസ് പറ. പടവലത്ത് എന്ത് കേസ്? പടവലത്ത് പോകുന്നു, കൃഷി ചെയ്യുന്നു. ചേട്ടാ കൃഷിക്ക് പടവലത്ത് പോവല്ലോ. അപ്പൊ ഞാനും പഠിത്തം നിർത്തിയിട്ട് വരും. എന്തിനി? ചേട്ടൻ സഹായിക്കേ. പഠിത്തം നിർത്താനാ? അല്ലെങ്കിൽ നീ പഠിക്കണുണ്ടാ? ഇങ്ങനെ പഠിക്കാൻ മട ഒരു കൊച്ചു നിനക്കുണ്ടല്ലോ. നിനക്ക് അവക്ക് എന്തരാവണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവക്ക് കൃഷിക്കാരിയാവണം പോലും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.